ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Laba Gold and Diamonds. Celebrate the beauty of life. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ജീവന് ഭീഷണിയാവുന്ന മരങ്ങൾ മുറിച്ചുമാറ്റുന്ന നടപടികൾ സജീവമല്ലെന്ന് ആക്ഷേപം. ചൊവ്വാഴ്ച ജയിൽ റോഡിൽ കടപുഴകി വീണ മരമൊന്നും ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം. ഭാഗ്യം കൊണ്ട് മാത്രമാണ് അത്യാഹിതം ഒഴിവായത്. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായാണ് ഓരോ വിദ്യാർത്ഥിയും വ്യക്തിഗത വിജയം നേടുന്നതെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ എം അബ്ദുൽ സലാം. വർദ്ധിച്ചുവരുന്ന വാഹനാപകടങ്ങൾ കുറയ്ക്കാനും അപകടത്തിൽപ്പെടുന്നവരെ രക്ഷപ്പെടുത്താനും പോലീസ് സേനയിലുള്ളവർക്ക് കൃത്യമായ പരിശീലനത്തിലൂടെ സാധിക്കുമെന്ന് ഉത്തരമേഖല എഡിജിപി എൻ ശങ്കർ റെഡ്ഡി. കഴിഞ്ഞ ദിവസം SFI മാർച്ചിന് നേരെയുണ്ടായ പോലീസ് അക്രമത്തിൽ പ്രതിഷേധിച്ച് SFI പ്രവർത്തകർ കമ്മീഷണർ ഓഫീസ് മാർച്ച് നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. വർദ്ധിച്ചുവരുന്ന വാഹനാപകടങ്ങൾ കുറയ്ക്കാനും അപകടത്തിൽപ്പെടുന്നവരെ രക്ഷപ്പെടുത്താനും പോലീസ് സേനയിലുള്ളവർക്ക് കൃത്യമായ പരിശീലനത്തിലൂടെ സാധിക്കുമെന്ന് ഉത്തരമേഖല എഡിജിപി എൻ ശങ്കർ റെഡ്ഡി. പോലീസ് ക്ലബിൽ നാറ്റ് പാക്കിന്റെ സഹകരണത്തോടെ ജില്ലയിലെ സബ് ഇൻസ്പെക്ടർമാർക്കായി നടത്തിയ പരിശീലന ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുഗതാഗത മേഖലയിൽ അപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇവ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന രീതിയെക്കുറിച്ച് ജൂനിയർ സബ് ഇൻസ്പെക്ടർമാർക്കാണ് പരിശീലന ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. പെട്ടെന്ന് തീപിടിക്കാവുന്നതും ജീവഹാനിയുണ്ടാക്കുന്ന രാസവസ്തുക്കളും കൊണ്ടുപോകുന്ന വാഹനങ്ങൾ പലപ്പോഴും അപകടത്തിൽപ്പെടുന്ന സാഹചര്യം വർദ്ധിച്ചുവരുന്നുണ്ട്. ഇത്തരം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുമ്പോൾ ആദ്യം സ്ഥലത്തെത്തുന്ന പോലീസ് ഓഫീസർമാർ സ്വീകരിക്കേണ്ട പ്രവൃത്തികളെക്കുറിച്ചാണ് ക്ലാസിൽ വിശദീകരിച്ചത്. നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്ററും പോലീസ് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായാണ് കോഴിക്കോട് പോലീസ് ക്ലബ്ബ് ഹാളിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ADGP എൻ ശങ്കർ റെഡ്ഡി ക്ലാസിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. റോഡപകടങ്ങളിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചുവരുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അപകട സ്ഥലത്ത് ആദ്യമെത്തുന്ന രക്ഷാപ്രവർത്തകരുടെ അറിവില്ലായ്മയും അമിതാവേശവും ഒരു പരിധിവരെ ഇതിന് കാരണമാവുന്നുണ്ടെന്നും ADGP ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കൃത്യമായ പരിശീലനം നൽകിയാൽ ഇത്തരം അപകടങ്ങളുടെ അളവ് ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ ആ സാഹചര്യത്തെ ബുദ്ധിപരമായും ശാരീരികപരമായും മാനസികപരമായും നേരിടാൻ പോലീസ് സംവിധാനത്തിന് കഴിയണമെന്നും ADGP കൂട്ടിച്ചേർത്തു. ആക്സിഡന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തണം. ഓരോ സ്ഥലം പരിശോധിക്കണം. എങ്ങനെയാണ് ആക്സിഡന്റ്, എന്തിനാണ് ആക്സിഡന്റ് ഉണ്ടാവുന്നത്, ഏത് സ്റ്റെപ്പ് എടുത്താൽ ആക്സിഡന്റ് കുറയ്ക്കാൻ സാധിക്കും. അസാഡസ് മെറ്റീരിയൽസ് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ അവ നിയന്ത്രിക്കേണ്ടതിന്റെയും ദുരന്തമുണ്ടായാൽ എടുക്കേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് ക്ലാസിൽ വിശദീകരിച്ചത്. ദുരന്ത നിവാരണ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ചും പരിശീലന പരിപാടിയിൽ വിശദീകരിച്ചു. കണ്ണൂർ റേഞ്ച് IG ദിനേന്ദ്ര കശ്യപ, നാറ്റ്പാക് കൺസൾട്ടന്റ് ശശികുമാർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജനാർദ്ദനൻ, സുരേഷ് തുടങ്ങിയവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി. കഴിഞ്ഞ ദിവസം SFI മാർച്ചിന് നേരെയുണ്ടായ പോലീസ് അക്രമത്തിൽ പ്രതിഷേധിച്ച് SFI പ്രവർത്തകർ കമ്മീഷണർ ഓഫീസ് മാർച്ച് നടത്തി. കഴിഞ്ഞ ദിവസത്തെ അക്രമ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ശക്തമായ പോലീസ് ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിരുന്നു. SFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി K. യശ്വന്ത് ഉദ്ഘാടനം ചെയ്തു. പന്ത്രണ്ട് മണിയോടെയാണ് 60-ലധികം വരുന്ന SFI പ്രവർത്തകർ കമ്മീഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചായി എത്തിയത്. പ്രധാന ഗേറ്റിന് മുൻപിൽ പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകർ റോഡിൽ ഇരുന്ന് പ്രതിഷേധിച്ചു. SFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി K. അശ്വന്ത് ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ പോലീസിന്റെ തോക്ക് കാട്ടിയാൽ അങ്ങ് മൂത്രമൊഴിച്ചു പോകുന്ന KSUവിന്റെ പ്രവർത്തകന്മാരെല്ലാം സമ്മതിക്കാം. ഇവിടെ ശീതീകരിച്ച തേൽ മുറിക്കുമെന്ന് AK ബിജിത്ത്, KM നിനു എന്നിവർ സംസാരിച്ചു. പിന്നീട് പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി. പാഠപുസ്തക വിതരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം SFI നടത്തിയ DD ഓഫീസ് മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തിൽ 8 പ്രവർത്തകർക്കും 4 പോലീസുകാർക്കും പരിക്കേറ്റിരുന്നു.
രുചിയൂറും വിഭവങ്ങളാൽ സമൃദ്ധമാവുകയാണ് റംസാനിലെ നോമ്പുതുറകൾ. പഴയകാലത്തെ ശീലമായ തരികഞ്ഞി മുതൽ പുതുപുത്തൻ ഇനങ്ങൾ വരെ സ്ഥിരം സാന്നിധ്യമാണ് മലബാറിലെ നോമ്പുതുറവേളകളിൽ. സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വഴറ്റി വേവിച്ച ഇറച്ചി മിക്സിയിൽ അടിച്ചെടുത്ത് ചപ്പും കറിവേപ്പിലയും ഇടുന്നതോടെ മസാല റെഡി. ഇനി മാവ് വട്ടത്തിൽ പരത്തി അതിൽ മസാല നിറച്ച് പൊരിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് സ്വാദോടെ കഴിക്കാൻ പറ്റിയ നല്ല ഒന്നാന്തരം സമോസകൾ. സമോസയും കോഴിയടയും ഉന്നക്കായും ചട്ടിപ്പത്തിരിയും ഉൾപ്പെടെ വൈവിധ്യമായ വിഭവങ്ങൾ കൊണ്ട് സ്വാദേറിയതാണ് റംസാൻ നോമ്പുതുറകൾ. പത്തിരി, മുട്ടപ്പത്തിരി, ഇറച്ചിപ്പത്തിരി, മീൻപത്തിരി, കുഞ്ഞിപ്പത്തിരി എന്നിങ്ങനെ പത്തിരികൾ തന്നെ കാണും ഒരു 100 ഐറ്റം. ഉള്ളിവട, പരിപ്പുവട, ഉഴുന്നുവട, പൊക്കുവട എന്നിങ്ങനെ വടകളിലുമുണ്ട് വൈവിധ്യം. കല്ലുമക്കായ നിറച്ച് പൊരിച്ചു വെച്ചത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറും. കട്ട്ലറ്റ്, കിളിക്കൂട്, ബോണ്ട, ചിക്കൻ റോൾ, ചിക്കൻ കേക്ക് തുടങ്ങി ബിരിയാണി വരെ വേറെയുമുണ്ട് ഐറ്റങ്ങൾ. പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് നോമ്പെടുക്കുകയും രാത്രി വിശിഷ്ടമായ ഭക്ഷണങ്ങൾ കൊണ്ട് നോമ്പ് തുറക്കുകയും ചെയ്യുക എന്നതാണ് മലബാറിലെ വിശ്വാസികൾ ചെയ്തു വരുന്ന രീതി. ഇങ്ങനെ എല്ലാം കൂടി ഒരു 10-35 ഐറ്റംസ് ഉണ്ടാവും. ഇതെല്ലാം ഇൻഷാ അല്ലാഹ് നോൽമ്പിന്റെ ഇതിലാണ്. പിന്നെ കിളിക്കൂട് എല്ലാം നോൽമ്പിനാണ് ഇത് കൂടുതലായിട്ടുള്ള ഇത് വരുന്നത്. നോൽമ്പിന് എല്ലാവർക്കും കുളിച്ചിക്കാൻ വലിയ ഇഷ്ടമാണ്. ഈ സ്പ്രിങ് കോഴി അത് വളരെ ഇഷ്ടമാണ്. പിന്നെ ചട്ടിപ്പത്തിരി ഇതൊക്കെ തന്നെ, ഇറച്ചിപ്പത്തിരിയും ഭയങ്കര കാര്യമാണ്. പഴയകാലത്തെ നോമ്പിന്റെ വിഭവങ്ങളിൽ പ്രധാനമായിരുന്ന തരിക്കഞ്ഞിക്ക് ഇപ്പോൾ ആവശ്യക്കാർ താരതമ്യേന കുറവാണ്. എങ്കിലും ചിലർക്കിപ്പോഴും ഇവ ഏറെ പ്രിയങ്കരം തന്നെയാണ്. കാരയ്ക്കും പച്ചവെള്ളത്തിനുമൊപ്പം ഫ്രൂട്ട് ജ്യൂസുകൾ കൂടി കഴിച്ച് നോമ്പുതുറ തുടങ്ങുന്നതാണ് പൊതുവിലുള്ള രീതി. വിഭവങ്ങൾ ഉണ്ടാക്കി നോമ്പു തുറക്കുന്നതിനൊപ്പം മറ്റുള്ളവരെ സൽക്കരിക്കുന്നതിനും റംസാനിൽ വിശ്വാസികൾ പ്രാധാന്യം നൽകുന്നു. കോഴിക്കോട് വിമാനത്താവളം വഴിയുള്ള അനധികൃത സ്വർണ്ണക്കടത്ത് വീണ്ടും സജീവം. കഴിഞ്ഞ ദിവസം കോട്ടിനുള്ളിൽ ഒളിപ്പിച്ച് സ്വർണം കടത്താൻ ശ്രമിച്ച യുവതിയെ എയർ കസ്റ്റംസ് ഇന്റലിജൻസ് പിടികൂടിയിരുന്നു. തുടർന്ന് ഇവർക്കെതിരെ കോഫെ പോസെ നിയമപ്രകാരം കേസെടുത്തു. ഇൻഡിഗോ വിമാനത്തിൽ ദുബായിൽ നിന്നും കോഴിക്കോട്ടെത്തിയ എറണാകുളം മട്ടാഞ്ചേരി സ്വദേശിനി ഷബ്നം ഫൌസയാണ് പിടിയിലായത്. ഇവർ ധരിച്ചിരുന്ന പർദ്ദയ്ക്കുള്ളിലെ ജാക്കറ്റിൽ ഒളിപ്പിച്ച നിലയിലാണ് 1 കിലോ തൂക്കം വരുന്ന 9 സ്വർണ്ണക്കട്ടികളും 116 ഗ്രാം തൂക്കമുള്ള 4 സ്വർണ്ണ ബിസ്ക്കറ്റുകളും കണ്ടെത്തിയത്. സുരക്ഷാ പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതിനിടയിൽ സംശയം തോന്നിയ സുരക്ഷാ ജീവനക്കാർ ഇവരെ വീണ്ടും പരിശോധിച്ചപ്പോഴാണ് സ്വർണം കണ്ടെത്തിയത്. വിദഗ്ധമായ രീതിയിലാണ് സ്വർണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. സ്വർണം ഓരോ കിലോയുടെ 9 സ്വർണ്ണ ബിസ്ക്കറ്റുകൾ ഓരോ കവറിലാക്കി ജാക്കറ്റിലാക്കി ഇട്ട്, പിന്നെ 4 ബിസ്ക്കറ്റ് 116 ഗ്രാമിന്റെ 4 ബിസ്ക്കറ്റും വേറെ കവറിലാക്കി ഒരു പാക്കേജ് ചെയ്ത് വേറെ കവറിലാക്കിയിട്ട് ബോഡിയിൽ ഒരു ജാക്കറ്റ് മാരിയിട്ട് പിന്നെ നമ്മൾ വേസ്റ്റ് ബെൽറ്റ് കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്. ജോലിക്കായി ദുബായിലെത്തിയതായാണ് ഇവർ മൊഴി നൽകിയത്. 22 ദിവസം മുൻപാണ് നെടുമ്പാശ്ശേരി വഴി ഇവർ ദുബായിലേക്ക് തിരിച്ചത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്ത്രീകളെ പരിശോധിക്കുന്നത് കുറവാണെന്ന തെറ്റിദ്ധാരണയെ തുടർന്നാണ് ഇവരെ സ്വർണ്ണക്കടത്ത് സംഘം കരിയറായി ഉപയോഗിച്ചത്. ഷബ്നത്തിൽ നിന്നും സ്വർണം വാങ്ങാനെത്തിയ കള്ളക്കടത്ത് സംഘം എയർപോർട്ടിന് പുറത്ത് ഇവരെ കാത്തുനിന്നിരുന്നു. എന്നാൽ യുവതി കസ്റ്റഡിയിലായെന്നറിഞ്ഞതോടെ ഇവർ കടന്നുകളയുകയായിരുന്നു. എന്നാൽ ഇവരെക്കുറിച്ച് കസ്റ്റംസിന് വിവരം ലഭിച്ചതായാണ് സൂചന. വാർത്തകളിൽ ഒരിടവേള. കല്യാൺ സിൽക്സിൽ ആടി സെയിൽ തുടങ്ങിട്ടോ. വെറും ആടി സെയിലല്ല, ഇന്ത്യയിലെ ഏറ്റവും വലുത്. കളക്ഷൻ എന്ന് വെച്ചാൽ വെറും കളക്ഷൻ അല്ല, ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വിലക്കുറവെന്ന് വെച്ചാലോ, ഈ വർഷത്തെ ഏറ്റവും വലിയ വിലക്കുറവ്. കല്യാൺ സിൽക്സ് ആടി സെയിൽ. ഏറ്റവും പുതിയ കളക്ഷനുകൾ, ഏറ്റവും വലിയ സെലക്ഷനുകൾ. 10 മുതൽ 50% വരെ വിലക്കുറവിൽ. ഇപ്പൊ വാങ്ങിയ ഇരട്ടി വാങ്ങാം. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mind bridal diamond jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയുള്ള യാത്ര വാഹനങ്ങൾക്കും യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. മാങ്കാവ് മുതൽ പുഷ്പ ജംഗ്ഷൻ വരെയുള്ള റോഡാണ് മഴ പെയ്തതോടെ ചെളിക്കുളമായിരിക്കുന്നത്. വിദ്യാർത്ഥികളടക്കം ഈ ചെളിവെള്ളം നീന്തിയാണ് സ്കൂളിലെത്തുന്നത്.
മഴക്കാലം വന്നതോടെ മാങ്കാവ് മുതൽ പുഷ്പ ജംഗ്ഷൻ വരെയുള്ള ചാലപ്പുറം റോഡിലൂടെയുള്ള യാത്ര വളരെ ദുസ്സഹമായിരിക്കുകയാണ്. മഴക്കാലത്തിനു മുൻപ് അറ്റകുറ്റപ്പണി എന്ന പേരിൽ കുറച്ചു ഭാഗം മാത്രം ടാർ ചെയ്തിരുന്നെങ്കിലും റോഡിന്റെ ഭൂരിഭാഗവും ഇപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. റോഡിലെ വെള്ളം നിറഞ്ഞ കുഴികളിൽ വീണ് നിരവധി ഇരുചക്ര വാഹനക്കാർക്കും കാൽനട യാത്രികർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. 2 ദേശീയ പാതകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏകദേശം 4 കിലോമീറ്ററിലധികം ദൂരം വരുന്ന ഈ റോഡിന്റെ വശങ്ങളിലായി ആഴ്ചവട്ടം ഗവൺമെന്റ് സ്കൂൾ, ഗണപത് ഗേൾസ്, അച്യുതൻ ഗേൾസ് തുടങ്ങി 3 വിദ്യാലയങ്ങളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുണ്ട്. LKG മുതലുള്ള കുട്ടികൾ കാൽനടയായും ഈ റോഡിലൂടെ സ്കൂളുകളിലേക്ക് എത്താറുണ്ട്. പലരും റോഡിലെ കുഴികളിൽ നിന്ന് ചെളിതെറിച്ച യൂണിഫോമുമായാണ് എത്താറെന്ന് അധ്യാപകർ പറയുന്നു. മാങ്കാവ്, പന്തിരങ്കാവ്, മീൻചന്ത ഭാഗത്തു നിന്ന് കോഴിക്കോട് സിറ്റിക്ക് അകത്തേക്ക് കിടക്കാതെ റെയിൽവേ സ്റ്റേഷനിലെത്താനുള്ള എളുപ്പവഴി ആയതുകൊണ്ട് ഏതു സമയവും തിരക്കുപിടിച്ച റോഡിന്റെ ശോചനീയാവസ്ഥയും ചെളിക്കുഴികളും കാരണം കാൽനട യാത്രികരും ഇരുവശങ്ങളിലുമുള്ള കടയുടമകളും വളരെ ബുദ്ധിമുട്ടിലാണ്. പല സമയത്തായി അറ്റകുറ്റപ്പണി എന്ന പേരിൽ റോഡിന്റെ ചില ഭാഗങ്ങൾ മാത്രം ടാർ ചെയ്തിരുന്നെങ്കിലും അതൊന്നും ശാസ്ത്രീയപരമായ രീതിയിലായിരുന്നില്ല എന്നും വീണ്ടും പൊട്ടിപ്പൊളിഞ്ഞ റോഡിന്റെ പൂർണ്ണ അറ്റകുറ്റപ്പണികൾക്കായി അധികൃതർക്ക് പലതവണ പരാതി നൽകിയിട്ടും ഒരു ഫലവും ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. വളരെ സാഹസപ്പെട്ടാണ് വാഹനങ്ങളും കാൽനട യാത്രികരും ഈ റോഡിലൂടെ കടന്നുപോകുന്നത്. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായെങ്കിലും ഈ റോഡിന് ശാപമോഷം കിട്ടുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ജില്ലാ വാർത്തകൾക്കു വേണ്ടി കെ ജിഷ്ണു. കൊയിലാണ്ടി മുച്ചുകുന്ന് സ്വദേശി തെക്കേടത്ത് സജീന്ദ്രൻ വ്യത്യസ്ത കൃഷിരീതി കൊണ്ട് ശ്രദ്ധേയനായിരിക്കുകയാണ്. കാപ്പിൽ പാടശേഖരത്തിൽ 12 ഏക്കറിൽ 4 ഇനം വിളകൾ ഉപയോഗിച്ച് നെൽകൃഷിയും ഹൈഡൻസിറ്റി രീതിയിൽ വാഴയും കൃഷി ചെയ്യുന്നുണ്ട്. കുട്ടനാടനും മുണ്ടകനും കുഞ്ഞുകുഞ്ഞും മട്ടയും ത്രിവേണിയുമാണ് കൃഷി ചെയ്തു വരുന്നത്. 90 ദിവസം മുതൽ 105 ദിവസമാകുമ്പോഴേക്കും കൊയ്ത്തിന് പാകമാകും. കൃഷി ലാഭകരമാക്കാൻ വിത്തുകൾ തമ്മിൽ കലർത്തി കൃഷി ചെയ്തു വരുന്നു. ഇത് കൂടുതൽ വിളവ് നൽകുന്നതായി കണ്ടുവരുന്നുണ്ട്. ജൈവ കൃഷി രീതിയാണ് തെക്കേടത്ത് സജീന്ദ്രൻ പൂർണ്ണമായും ഉപയോഗിക്കുന്നത്. പാടത്തിന്റെ തൊട്ട് കരഭാഗത്ത് വാഴകൃഷി കൂടുതൽ ലാഭകരമാക്കാൻ ഹൈഡൻസിറ്റി കൃഷി രീതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1500 വാഴകളാണ് ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വാഴ വെക്കുന്ന സ്ഥലത്ത് 4 എണ്ണം വെക്കുകയും വളവും വെള്ളവും 4നും കൂടി ഒരുമിച്ച് നൽകാനും സാധിക്കുന്നു. ഇതുവഴി കുറഞ്ഞ അധ്വാനവും കൂടുതൽ വിളവിനും വേണ്ടിയാണ് ഇങ്ങനെ കൃഷി ചെയ്തു വരുന്നത്. കൃഷിജോലി എളുപ്പമാക്കാനും കൂടുതൽ വിളവിനും ഇത് സാധിക്കുന്നുണ്ട്. വാഴത്തോട്ടങ്ങൾക്ക് കവചമായി സീമക്കൊന്ന കൊണ്ട് നിർമ്മിച്ച വേലി കാറ്റുകളിൽ നിന്ന് വാഴകൾക്കും സംരക്ഷണം നൽകുന്നു. നേന്ത്രയും പൂവനും മൈസൂർ, കദളി, റോബസ്റ്റ് എന്നിവയാണ് കൃഷി ചെയ്തു വരുന്നത്. തെങ്ങിന് വരുന്ന തഞ്ചാവൂർ പാട്ടത്തിനെതിരെ തെങ്ങിൻ തോട്ടങ്ങളിൽ വാഴ വെച്ച് പ്രതിരോധിച്ച് പരീക്ഷിച്ചിരിക്കുകയാണ് സജീന്ദ്രൻ. വാഴകളുടെ വേരുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ തെങ്ങുകളിലുണ്ടാകുന്ന കീടങ്ങളെ പ്രതിരോധിക്കുന്നു. ഇങ്ങനെ 1500 വാഴകൾ കൃഷി ചെയ്തു വരുന്നു. ഇതിൽ പ്രധാനമായി കൃഷി ചെയ്തു വരുന്ന വാഴകൾ മൈസൂർ ഇനമാണ്. വീട്ടുവളപ്പിലും സമീപത്തെ കൃഷിസ്ഥലങ്ങൾ പാട്ടത്തിനടുത്തുമാണ് കൃഷി. ചേനയും ചേമ്പും പയറും വെണ്ടയും പച്ചമുളകും ഇടവിളയായി കൃഷി ചെയ്തു വരുന്നു. ഇതിനായി ഗുജറാത്തിൽ നിന്ന് 2 ഗീർ പശുക്കളെയും വാങ്ങിയിട്ടുണ്ട്. ജൈവവള നിർമ്മാണത്തിനായാണ് ഇവയെ വളർത്തുന്നത്. ഒരു ദിവസം 10 ലിറ്റർ ഗോമൂത്രവും 30 കിലോ ചാണകവും ലഭിക്കുന്നു. പഞ്ചഗവ്യം, ജീവാമൃതം, ബീജാമൃതം എന്നിങ്ങനെ വ്യത്യസ്തമായ ജൈവ വളക്കൂട്ടുകൾ നിർമ്മിച്ച് കൃഷി കൂടുതൽ ലാഭമാക്കാൻ സാധിക്കും. ജൈവ കീടനാശിനികളായ പുകയില കഷായവും വെളുത്തുള്ളി, വേപ്പെണ്ണ, എമൽഷൻ, വെളുത്തുള്ളി മിശ്രിതം കൂടാതെ വ്യത്യസ്തമായ പച്ചിലച്ചാറുകൾ, കാഞ്ഞിരമരത്തിന്റെ ഇല, കപ്പയില, കാട്ടപ്പ, കരിന്തിച്ചിയില, വേപ്പില, പെരിയില, ആത്തിയില എന്നീ ഇലച്ചാറുകൾ നല്ല കീടനാശിനികളായി ഉപയോഗിക്കുന്നു. മൂടാടി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നല്ല പിന്തുണയും ലഭിക്കാറുണ്ടെന്നും സജീന്ദ്രൻ പറയുന്നു. നൂതന സാങ്കേതിക വിദ്യകൾ ജനങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നതിൽ BSNLന് ഏറെ സന്തോഷമുണ്ടെന്ന് BSNL കേരള സർക്കിൾ ചീഫ് ജനറൽ മാനേജർ MSS റാവു. BSNL ഡിജിറ്റൽ ഇന്ത്യ വൈഫൈ ഹോട്ട്സ്പോട്ടുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി BSNL കേരളത്തിൽ ഈ വർഷം പുതിയ 1113 വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ സ്ഥാപിക്കുമെന്ന് BSNL കേരള സർക്കിൾ ചീഫ് ജനറൽ മാനേജർ MSS റാവു പറഞ്ഞു. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കോഴിക്കോട് BSNL റീജിയണൽ ഓഫീസിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നൂതന സാങ്കേതിക വിദ്യകൾ ജനങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും MSS റാവു പറഞ്ഞു. കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ, കോർപ്പറേഷൻ ഓഫീസ്, ബീച്ച് പരിസരം എന്നിവിടങ്ങളിലാണ് നിലവിൽ വൈഫൈ ഹോട്ട്സ്പോട്ട് സേവനം ലഭ്യമാവുക. BSNL കോഴിക്കോട് ജനറൽ മാനേജർ സുകുമാരൻ, തിരുവനന്തപുരം ജനറൽ മാനേജർ നിർമ്മൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഈ വർഷം പുതിയ 1113 വൈഫൈ സ്പോട്ടുകൾ സ്ഥാപിക്കും. ഇവയിൽ 135 എണ്ണം തിരുവനന്തപുരത്താണ്.
മറ്റു ജില്ലകളിൽ വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുവാൻ സർവേ തുടങ്ങിയിട്ടുണ്ട്. BSNL കോഡ്ജൻ വയർലെസ് സൊല്യൂഷൻസ് എന്ന സ്ഥാപനവുമായി ചേർന്ന് കേരളത്തിൽ വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ 10 എറണാകുളം ജില്ലയിലും 3 കോഴിക്കോട്ടും ജൂലൈ 1 കമ്മീഷൻ ചെയ്തിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിന്തുണ ലഭിച്ചാലേ വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ സ്ഥാപിക്കുന്നതിൽ BSNLന് മുന്നേറാൻ കഴിയൂ എന്നും കേരള സർക്കിൾ ചീഫ് ജനറൽ മാനേജർ പറഞ്ഞു. രാത്രികാലങ്ങളിൽ ഫോൺ വിളി സൌജന്യമാക്കിയതിനു ശേഷം കേരളത്തിൽ കഴിഞ്ഞ മെയ് ജൂൺ മാസങ്ങളിൽ മാത്രമായി 28,000 ലാൻഡ് ലൈൻ കണക്ഷനുകളും 35,000 ബ്രോഡ്ബാൻഡ് കണക്ഷനുകളും വർദ്ധിച്ചു. ജൂൺ 15 മുതൽ BSNL സൌജന്യ റോമിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലാൻഡ് ഫോൺ ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണി സംബന്ധിച്ച ഉപഭോക്താക്കളുടെ പരാതിക്ക് പരിഹാരം കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. തണൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ബീച്ച് ഫയർ സ്റ്റേഷനിൽ നിന്നും സേനാംഗങ്ങൾ എത്തിയാണ് മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഗതാഗതം കുറഞ്ഞ സമയമായതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. ചൊവ്വാഴ്ച രാവിലെയാണ് ജില്ലാ ജയിൽ വളപ്പിലെ കൂറ്റൻ തണൽ മരം കടപുഴകി ജയിൽ റോഡിന് കുറുകെ വീണത്. അപകടാവസ്ഥയിലുള്ള മരം മുറിച്ചു നീക്കണമെന്ന ഉത്തരവിന്റെ പരിധിയിൽപ്പെടാത്ത മരമാണ് അപ്രതീക്ഷിതമായി കടപുഴകിയത്. വാഹന ഗതാഗതം കുറഞ്ഞ സമയമായതിനാൽ വൻ അത്യാഹിതം ഒഴിവായി. ബീച്ച് ഫയർ സ്റ്റേഷനിൽ നിന്നും ലീഡിംഗ് ഫയർമാൻ MC മനോജ്, ഫയർ ഡ്രൈവർ UK രാജീവ്, ഫയർമാൻമാരായ GK ബിജുകുമാർ, പ്രബീഷ് കുമാർ, ഹോംഗാർഡുമാരായ ചന്ദ്രൻ, രാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കൂറ്റൻ മരം മുറിച്ചു നീക്കിയത്. തുടർന്ന് ഗതാഗതം പുനഃസ്ഥാപിച്ചു. ചിന്മയ ജ്യോതി യാത്രയ്ക്ക് കോഴിക്കോട്ട് സ്വീകരണം. സംപൂജ്യ സ്വാമി ചിന്മയാനന്ദജിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി മെയ് 8 ആരംഭിച്ച വാഹനവ്യൂഹമാണ് കോഴിക്കോട് എത്തിച്ചേർന്നത്. നെല്ലിക്കോട് ചിന്മയ വിദ്യാലയത്തിലായിരുന്നു ആദ്യ സ്വീകരണം. സ്വാമി ചിന്മയാനന്ദജിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി മെയ് 8 എറണാകുളത്ത് തെളിയിച്ച ചിന്മയ ജ്യോതി വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹമാണ് ജില്ലയിൽ പ്രവേശിച്ചത്. ഗുരുദേവന്റെ ജീവചരിത്രം ആലേഖനം ചെയ്ത ചിന്മയ സന്ദേശവാഹിനിയും ചിന്മയ ജ്യോതിയും യജ്ഞറ്റേറിയം പ്രദർശനിയും കാണുന്നതിനായി 2 ദിവസങ്ങളിലായാണ് കോഴിക്കോട് ജില്ലയിൽ സൌകര്യമൊരുക്കിയിട്ടുള്ളത്. 238 ദിവസം നീണ്ടുനിൽക്കുന്ന 24 സംസ്ഥാനങ്ങളിലൂടെയുള്ള ധർമ്മ ജാഗരണ യാത്രയാണ് ചിന്മയ മിഷൻ ഉദ്ദേശിക്കുന്നത്. തൊണ്ടയാട് ചിന്മയാഞ്ജലി മിഷനിലെത്തിയ യാത്രയ്ക്ക് സ്വീകരണ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വരവേൽപ്പ് നൽകി. ഉച്ചയ്ക്ക് 12:30 ചിന്മയ ജ്യോതി യാത്ര ചിന്മയ മിഷനിൽ നിന്നും മലാപ്പറമ്പ് വേദവ്യാസ സ്കൂളിലേക്ക് യാത്രയായി. തുടർന്ന് ഗുജറാത്തി ക്ഷേത്രാങ്കണത്തിൽ സ്വീകരണം നൽകി. വൈകിട്ട് 5:30 തളി ക്ഷേത്ര പരിസരത്തും സ്വീകരണം നൽകി. തളി സാമൂതിരി കോളേജ് ഹൈസ്കൂൾ ഗുരുവായൂരപ്പൻ ഹാളിൽ 6:30 പൊതുസമ്മേളനവും നടന്നു. പൊതുസമ്മേളനത്തിൽ AB വാസുദേവൻ പോറ്റി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ N പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. MP വീരേന്ദ്രകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ബുധനാഴ്ചയും വിവിധ കേന്ദ്രങ്ങളിൽ ചിന്മയ ജ്യോതിക്ക് സ്വീകരണം നൽകും. ചിന്മയ മിഷൻ പ്രസിഡന്റ് PV സുധാകരൻ, ട്രഷറർ P സുമംഗല, വത്സല രാംദാസ് എന്നിവരാണ് ജില്ലയിലെ ചിന്മയ ജ്യോതി സന്ദേശയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. ധനലക്ഷ്മി ബാങ്ക് ജീവനക്കാരുടെ അനിശ്ചിതകാല സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോഴിക്കോട് സമരസഹായ സമിതി ധർണ നടത്തി. ചിന്താവളപ്പ് ധനലക്ഷ്മി ബാങ്കിന് മുന്നിൽ നടന്ന ധർണ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. ധനലക്ഷ്മി ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയും ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റുമായ PV മോഹനെ ബാങ്കിൽ നിന്നും അന്യായമായി പിരിച്ചുവിട്ട നടപടിക്കെതിരെ ധനലക്ഷ്മി ബാങ്ക് ഓഫീസർമാർ ജൂൺ 12 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തിവരികയാണ്. ജൂലൈ 1 മുതൽ തൃശൂരിൽ സംഘടനാ നേതാക്കൾ മരണം വരെ ഉപവാസ സമരവും ആരംഭിച്ചു. പണിമുടക്ക് സമരം ഒത്തുതീർക്കണമെന്നും പിരിച്ചുവിട്ട PV മോഹനെ തിരിച്ചെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സമരസഹായ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ചിന്താവളപ്പിലുള്ള ധനലക്ഷ്മി ബാങ്കിന്റെ റീജിയണൽ ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. ധർണ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. സമരസഹായ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് രാജൻ, കൺവീനർ അഭിലാഷ്, FSCTO ജില്ലാ കൺവീനർ M മുരളീധരൻ, M ഭാസ്കരൻ, T രവീന്ദ്രൻ നായർ, ബാലചന്ദ്രൻ C, CM വേണുഗോപാൽ, നീലി ജോർജ്, M ബാലൻ, AK ആദർശ്, C രാജീവൻ, പ്രവീഷ് V, അനിത വിജയരാഘവൻ, RN രവി എന്നിവർ നേതൃത്വം നൽകി. വാർത്തയിൽ ഒരു ഇടവേള കൂടി. കല്യാൺ സിൽക്സിൽ ആടി സെയിൽ തുടങ്ങിട്ടോ. വെറും ആടി സെയിലല്ല, ഇന്ത്യയിലെ ഏറ്റവും വലുത്. കളക്ഷൻ എന്ന് വെച്ചാൽ വെറും കളക്ഷൻ അല്ല, ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വിലക്കുറവെന്ന് വെച്ചാലോ, ഈ വർഷത്തെ ഏറ്റവും വലിയ വിലക്കുറവ്.
കല്യാൺ സിൽക്സ് ആടി സെയിൽ. ഏറ്റവും പുതിയ കളക്ഷനുകൾ, ഏറ്റവും വലിയ സെലക്ഷനുകൾ, 10 മുതൽ 50% വരെ വിലക്കുറവിൽ. ഇപ്പൊ വാങ്ങിയ ഇരട്ടി വാങ്ങാം. വാർത്തകൾ തുടരുന്നു. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായാണ് ഓരോ വിദ്യാർത്ഥിയും വ്യക്തിഗത വിജയം നേടുന്നതെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ എം അബ്ദുൽ സലാം. ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ വർഷം SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. ചേവായൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ എം അബ്ദുൽ സലാം അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും കൂട്ടായ നേതൃത്വത്തിലുള്ള പരിശ്രമത്തിന്റെ ഭാഗമായാണ് ഓരോ വിദ്യാർത്ഥിയും വ്യക്തിഗത വിജയത്തിൽ A+ നേടുന്നതെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ എം അബ്ദുൽ സലാം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. A+, അത് കഠിനാധ്വാനത്തിന്റെ ഒരു ലക്ഷണമാണ്. ആ വേളയിൽ നിങ്ങളെ അനുമോദിക്കുമ്പോൾ തൊട്ട് അടുത്ത് നിൽക്കണം, നിങ്ങളുടെ അമ്മയെ അനുമോദിക്കണം, നിങ്ങളുടെ അച്ഛനെ അനുമോദിക്കണം, നിങ്ങളുടെ അധ്യാപകനെ അനുമോദിക്കണം, നിങ്ങളെ കൊണ്ടു നടക്കുന്ന ആയെ അനുമോദിക്കണം. നിങ്ങളെ ഈ 18 കൊല്ലം നിങ്ങളുടെ ഡെവലപ്മെന്റിൽ പങ്കാളികളായ ഓരോരുത്തരെയും അനുമോദിക്കണം. ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് GC പ്രശാന്ത് കുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KP പുഷ്പരാജ് സ്വാഗതം പറഞ്ഞു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ ജോയിന്റ് രജിസ്ട്രാർ ജനറൽ BS വത്സരാജ് സമ്മാനിച്ചു. അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ TP ജയരാജൻ, പ്ലാനിംഗ് രജിസ്ട്രാർ K രവീന്ദ്രൻ, മാവൂർ യൂണിറ്റ് ഇൻസ്പെക്ടർ P അനിത, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ PM നിയാസ്, മുൻ പ്രസിഡന്റ് വിശ്വനാഥൻ മാസ്റ്റർ, ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി P അനിത തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. മാധ്യമ മേഖലയിൽ തൊഴിൽ അരക്ഷിതാവസ്ഥയ്ക്കെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ നടത്തുന്ന നിലനിൽപ്പ് സമരം 5ാം ദിവസം പിന്നിട്ടു. മുതലക്കുളം പ്രസ് ക്ലബിന് മുന്നിൽ 5ാം ദിനം നടന്ന പരിപാടികൾ ജനതാദൾ S സംസ്ഥാന സെക്രട്ടറി K ലോഹ്യ ഉദ്ഘാടനം ചെയ്തു. കേരള പത്രപ്രവർത്തക യൂണിയൻ നടത്തുന്ന റിലേ നിലനിൽപ്പ് സമരം 5ാം ദിവസത്തിലേക്ക് കടന്നു. ജനതാദൾ S സംസ്ഥാന സെക്രട്ടറി K ലോഹ്യ ഉദ്ഘാടനം ചെയ്തു. താൻ നിത്യേന നൂറുകണക്കിനായ വേദികളിൽ പ്രസംഗിക്കുന്ന ഒരു കാര്യം, എനിക്ക് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ എഴുതി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ആ കാര്യം തന്നെ. എന്നാൽ ഞാൻ അവസരം കിട്ടുമ്പോ എന്റെ പത്രത്തിലും അല്ലെ എന്റെ ജീവിതത്തിലും എന്റെ വീട്ടിലും നടപ്പാക്കുന്നത് അതിന് ഘടകവിരുദ്ധമായ കാര്യമാണെങ്കിൽ അത് അംഗീകരിക്കാൻ സമൂഹം തയ്യാറാകുമോ? N പത്മനാഭൻ അധ്യക്ഷം വഹിച്ച ചടങ്ങിന് കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ സ്വാഗതം ആശംസിച്ചു. തിരുവനന്തപുരത്തു നിന്നുള്ള പ്രവർത്തകരാണ് ഇന്നത്തെ സമരത്തിൽ പങ്കെടുത്തത്. മാധ്യമരംഗത്തെ തൊഴിൽ അരക്ഷിതാവസ്ഥ അവസാനിപ്പിക്കുക എന്നാവശ്യപ്പെട്ട് നടക്കുന്ന സമരം ഈ മാസം 13 വരെ നീണ്ടുനിൽക്കും. MN സത്യാർത്ഥി പുരസ്കാരം കോഴിക്കോട്ട് വിതരണം ചെയ്തു. അളകാപുരിയിൽ വിവർത്തകൻ N മൂസകുട്ടിക്ക് സത്യാർത്ഥി സ്റ്റേറ്റ് പ്രസിഡന്റ് P വത്സല പുരസ്കാരം സമർപ്പിച്ചു. EM രാധാകൃഷ്ണൻ പ്രശസ്തി പത്രം സമർപ്പിച്ചു. ഇടതുപക്ഷ ചിന്തകനും സ്വാതന്ത്ര്യ സമര പോരാളിയുമായ MN സത്യാർത്ഥിയുടെ സ്മരണാർത്ഥമുള്ള പുരസ്കാരം കോഴിക്കോട്ട് വിതരണം ചെയ്തു. വിവർത്തകൻ N മൂസകുട്ടിക്ക് MN സത്യാർത്ഥി ട്രസ്റ്റ് പ്രസിഡന്റ് P വത്സല അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിച്ചു. EM രാധാകൃഷ്ണൻ പ്രശസ്തി പത്ര സമർപ്പണം നടത്തി. പത്ര സമർപ്പണങ്ങളെ കുറിച്ചും ആളുകളെയൊക്കെ അവരോധിക്കുന്നതിനെ കുറിച്ചുമൊക്കെ നല്ല ചർച്ചകൾ നടക്കുന്ന ഒരു കാലം. നമുക്കെല്ലാവർക്കും നിത്യജീവിതത്തിൽ തന്നെ തൊട്ട് കാണിക്കാൻ പറ്റാവുന്ന നമ്മളോടൊപ്പമുള്ള പല സുഹൃത്തുക്കളും അല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ അവാർഡ് ജേതാക്കളായി നടക്കുമ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു പുരസ്കാരമാണിത് എന്ന് അഭിമാനത്തോടുകൂടി എല്ലാവർക്കും മനസ്സിൽ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു പുരസ്കാരമാണ് സത്യാർത്ഥി മാഷ്ടെ പേരിലുള്ളത്. എന്റെ കടമ മൂസക്കുട്ടിയെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. TV ബാലൻ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി. ഡോക്ടർ അനിൽ ചേലാമ്പ്ര അനുസ്മരണ പ്രഭാഷണം നടത്തി. P വത്സല അധ്യക്ഷം വഹിച്ചു. ചമൻലാൽ ആസാദ് എന്ന തൂലിക നാമത്തിൽ MN സത്യാർത്ഥി എഴുതിയ രക്തസാക്ഷികൾ എന്ന പുസ്തകം ഡോക്ടർ PK രാധാമണി പ്രകാശനം ചെയ്തു. IV ശശാങ്കൻ പുസ്തകം ഏറ്റുവാങ്ങി. ജോർജ് ജോസഫ് സ്വാഗതവും സത്യാർത്ഥിയുടെ മകൾ സൽമി നന്ദിയും പറഞ്ഞു. പാഠപുസ്തക വിതരണം അട്ടിമറിക്കെതിരെ DDE ഓഫീസ് മാർച്ച് നടത്തിയ SFI പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് DYFI നേതൃത്വത്തിൽ കമ്മീഷണർ ഓഫീസ് മാർച്ച് നടത്തി. DYFI കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളെ ക്രൂരമായി തല്ലിച്ചതച്ച പോലീസ് നടപടിക്കെതിരെ യുവജന പ്രതിഷേധം രമ്പി. പാഠപുസ്തക വിതരണം അട്ടിമറിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ വിദ്യാർത്ഥികളെയാണ് പോലീസ് തിങ്കളാഴ്ച മർദ്ദിച്ചത്.
സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്ത് ലോക്കപ്പിലിട്ടും മർദ്ദിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കോഴിക്കോട് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകർ കമ്മീഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി. നൂറുകണക്കിന് പേർ മാർച്ചിൽ അണിചേർന്നു. മാർച്ച് കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ട്രഷറർ എ എൻ റഷീദ് അധ്യക്ഷനായിരുന്നു. SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ടി.പി. ബിനീഷ്, ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം S.K. സജീഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി വരുൺ ഭാസ്കർ, ജില്ലാ സെക്രട്ടറി പി. നിഖിൽ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സുനിൽ ബാബു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ. സിനി, ഷിജു ഫറോക്ക്, വി. സുധീർ, കെ. വി. പ്രമോദ്, പി. ജി. ബിനീഷ്, പി. രാജേഷ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ഭരണഘടന അനുവദിച്ച മതസ്വാതന്ത്ര്യത്തെ വർഗീയവൽക്കരിക്കാനുള്ള നീക്കം ആപത്കരമാണെന്ന് ISM ജില്ലാ തർബിയത്ത് സംഗമം അഭിപ്രായപ്പെട്ടു. കൊയിലാണ്ടിയിൽ നടന്ന സമ്മേളനം ISM സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ. സജ്ജാദ് ഉദ്ഘാടനം ചെയ്തു. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഭാഗമായി കൊയിലാണ്ടി ഹാഷ്കോ ഹട്ട് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച തർബിയത്ത് സമ്മേളനം ISM സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ. സജ്ജാദ് ഉദ്ഘാടനം ചെയ്തു. ISM ജില്ലാ സമിതിയുടെ ദാറുസലാം ഭവന പദ്ധതി അദ്ദേഹം സമർപ്പിച്ചു. ഖുർആനിന്റെ സന്ദേശം വീടുകളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് സമ്മേളനം അന്തിമ രൂപം നൽകി. തസ്കിയ സെഷനിൽ ISM ജില്ലാ സെക്രട്ടറി വി. യൂനസ്, വൈസ് പ്രസിഡന്റ് CK അബ്ദുൾ റഷീദ്, ദവാ സമിതി ജില്ലാ ചെയർമാൻ CP അബ്ദുള്ള, MSM ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് നാദാപുരം എന്നിവർ സംസാരിച്ചു. ഭരണഘടന അനുവദിച്ച മതസ്വാതന്ത്ര്യത്തെ വർഗീയവൽക്കരിക്കാനുള്ള നീക്കം ആപത്കരമാണെന്ന് തർബീസ് സംഗമം അഭിപ്രായപ്പെട്ടു. നിലവിളക്ക് വിവാദത്തിൽ മതപരമായ അവകാശങ്ങൾ പാലിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ലഭിക്കണമെന്നും സംഗമം അഭിപ്രായപ്പെട്ടു. C. സാബിക്, പ്രൊഫസർ KP ഹിദായത്ത്, ഹബീബ് റഹ്മാൻ സൊലാഹി എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. തർബിയ സെഷനിൽ ISM സംസ്ഥാന സമിതി അംഗം U. മുഹമ്മദ് മദനി, അബ്ദുൾ റഷീദ് കൊടക്കാട് എന്നിവർ സംസാരിച്ചു. സമാപന സെഷനിൽ ഉനൈസ് സൊലാഹി മുഖ്യപ്രഭാഷണം നടത്തി. TN ഷമീർ നദ്വി, സിദ്ദിഖ് സിദ്ര, CP സജീർ, MS നിഷാദ് എന്നിവർ സംസാരിച്ചു. ഇനി റംസാൻ വിശേഷങ്ങൾ. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. കോഴിക്കോട് അസ്മ ടവറിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു. മാധ്യമ പ്രവർത്തകരായ NP ചെക്കുട്ടി, നവാസ് പൂനർ, പ്രൊഫസർ P. കോയ, P. അഹമ്മദ് ഷെരീഫ്, PAM ഹാരിസ്, സന്തോഷ് വേങ്ങേരി, ലുക്മാൻ മമ്പാട്, ഷെരീഫ് പാലോളി, EP മുഹമ്മദ്, PC ഹരീഷ്, TK ബാലനാരായണൻ, VK ജാബിർ, PR വിനോദ്, പ്രവീൺ പട്ടാമ്പി, അബ്ദുൾ ഷുക്കൂർ, KM ഷഹീദ്, പ്രദീപ് ഉഷസ്, ജസ്റ്റിൻ, രാജേഷ് മാങ്കാവ്, മനോജ്, സമദ്, P. അനീക്, മിഥുൻ കീഴരിയൂർ, പോപ്പുലർ ഫ്രണ്ട് നേതാക്കളായ C. അബ്ദുൾ ഹമീദ്, KH നാസർ, B. നൌഷാദ്, A. അബ്ദുൾ സത്താർ, K. സദാത്ത്, P. നാസർ അഹമ്മദ്, മുസ്തഫ കൊമേരി, MH ഷിഹാസ്, K. ഷമീർ, TK ഷൌക്കത്ത്, അബ്ദുൾ ഖയ്യൂം എന്നിവർ പങ്കെടുത്തു. വാർത്തകൾ ചുരുക്കത്തിൽ. രാമായണ കഥ കേട്ടുണരുന്ന കർക്കിടക മാസത്തിന്റെ പുണ്യനാളുകളിൽ ശ്രീരാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്ന പൂർവികാചാരമാണ് നാലമ്പല ദർശനം. നാലമ്പല ദർശനം ഒരേ ദിവസം ഉച്ചയ്ക്ക് മുൻപ് പൂർത്തിയാക്കുന്നത് ഏറ്റവും ഉത്തമമാണ് എന്നുള്ള വിശ്വാസമാണ് കോട്ടയം ജില്ലയിലെ രാമപുരത്തെ നാലമ്പല ദർശനത്തിനുള്ള പ്രാധാന്യം. നാലമ്പല ദർശന കമ്മിറ്റിയുടെ സഹകരണത്തോടെ 4 ക്ഷേത്രങ്ങളിലും തീർത്ഥാടകരെ വരവേൽക്കുവാനും സുഗമമായ ദർശന സൗകര്യം ഒരുക്കുന്നതിനും ആവശ്യമായ എല്ലാവിധ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് സംഘാടകർ കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സർഗവാസനയുള്ള കുട്ടികളെ കൊണ്ട് ബഷീർ കഥകളിലെ കഥാപാത്രങ്ങളെ ചിത്രങ്ങളിലൂടെ ആവിഷ്കരിച്ചാണ് മീഞ്ചന്ത വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ UP സെക്ഷൻ മലയാളം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനത്തോടനുബന്ധിച്ച് പരിപാടികൾ സംഘടിപ്പിച്ചത്. PTA പ്രസിഡന്റ് അബ്ദുൾ ജലീൽ ബഷീറിന് ചിത്രം വരച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. റിജുകുമാർ മാസ്റ്റർ, മലയാളം ക്ലബ് ഇൻചാർജ് M. ലീന, ധൻലാൽ P, KC തങ്കമണി, ഗ്രേസി ടീച്ചർ, ഷീജ ഫിലിപ്പ് P, പത്മനാഭൻ മാസ്റ്റർ, ഷജ്ന ടീച്ചർ, ജയശ്രീ ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. മലയാളം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഒരാഴ്ച തുടർന്നു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനത്തോടനുബന്ധിച്ച് നടക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായാണ് ഓരോ വിദ്യാർത്ഥിയും വ്യക്തിഗത വിജയം നേടുന്നതെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ M. അബ്ദുൽ സലാം. വർദ്ധിച്ചുവരുന്ന വാഹനാപകടങ്ങൾ കുറയ്ക്കാനും അപകടത്തിൽപ്പെടുന്നവരെ രക്ഷപ്പെടുത്താനും പോലീസ് സേനയിലുള്ളവർക്ക് കൃത്യമായ പരിശീലനത്തിലൂടെ സാധിക്കുമെന്ന് ഉത്തരമേഖല ADGP N. ശങ്കർ റെഡ്ഡി.
കഴിഞ്ഞ ദിവസം SFI മാർച്ചിന് നേരെയുണ്ടായ പോലീസ് അക്രമത്തിൽ പ്രതിഷേധിച്ച് SFI പ്രവർത്തകർ കമ്മീഷണർ ഓഫീസ് മാർച്ച് നടത്തി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Malabar Gold and Diamonds. Celebrate the beauty of life.